ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തില്ല, ഈ പ്രവാസി എന്ന് പറഞ്ഞ സംഭവം ഒരു ഗംഭീര മനുഷ്യനാണ്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ലുലുലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ ഇങ്ങനെ കുബൂസ് മെഷീൻസ് ഇങ്ങനെ കുബൂസുകൾ ഇങ്ങനെ വീഴുന്ന ഇങ്ങനെ കാണാം. പലപ്പോഴും നമ്മളിപ്പോ ഒരു വെക്കേഷൻ ഒക്കെ അവിടെ പോകുകയാണെങ്കിൽ ഈ കുബൂസ് എന്നതൊരു കൗതുകമാണ് കഴിക്കാൻ. കാരണം വെച്ചാൽ നല്ല ഫ്രഷ് കുബൂസ് കിട്ടുന്നു. പ്രത്യേകിച്ച് നമുക്കൊരു പെയിനും ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടില് ഷവർമ്മയ്ക്ക് കിട്ടുന്ന കുബൂസ് അങ്ങനത്തെ കുബൂസ് അല്ല, നല്ല വെള്ളം പോലത്തെ ഒരു ബ്രെഡ് പോലത്തെ സാധനം. പക്ഷെ ഗൾഫ് റീജിയനിൽ പോയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടും. പക്ഷെ ഇതിന്റെ പിന്നിലൊരു വലിയൊരു പെയിൻ ഉണ്ട്. പല പ്രവാസികളും അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന പ്രവാസികളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എങ്കിലും ഒരു ബഹുഭൂരിപക്ഷം പ്രവാസികളും ഈ കുബൂസ് തിന്നിട്ടാണ് ജീവിക്കുന്നത്. വൈകുന്നേരങ്ങളിലെങ്കിലും ഏതെങ്കിലും ഒരു നേരമെങ്കിലും കുബൂസ് ആയിരിക്കും അവർ കഴിക്കുന്നുണ്ട്. കുബൂസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അത് കുബൂസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. അതിന്റെ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുബൂസ് എന്ന് പറഞ്ഞ സാധനത്തിന് ടേസ്റ്റ് തന്നെ ഇല്ല. നിങ്ങൾ ആലോചിച്ചുണ്ടോ, കുബൂസിന്റെ രുചി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? പുളി ഉണ്ടോ എന്ന് വെച്ചാൽ പുളിയില്ല, എരിവുണ്ടോ എന്ന് വെച്ചാൽ എരിവില്ല, മധുരം ഉണ്ടോ എന്ന് വെച്ചാൽ മധുരമില്ല. ഒരു പ്രത്യേക ഫീലാണ്. എന്നിട്ട് എങ്ങനെയാണ് ഇത്രയും കുബൂസ് അല്ലെങ്കിൽ കുബൂസ് ഇത്രയും ഫേമസ് ആയിപ്പോയി? ആ കുബൂസ് അവിടെ അയാൾ കഴിക്കുന്നതുകൊണ്ടാണ് അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യയും മക്കളും ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ നല്ല ഐക്കൂറ കൂട്ടിയിട്ടും അല്ലെങ്കിൽ പ്രോൺസ് കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വെച്ച പൈസ എടുത്തിട്ടാണ് ഇവര് നാട്ടിൽ വീട് പണിയുന്നതും മക്കളെ കെട്ടിക്കുന്നതും കുട്ടികളെ പഠിക്കാൻ വിടുന്നതും ഒക്കെ ചെയ്യുന്നത്.